മഹാത്മാഗാന്ധി RS ആണെന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ധ്വജം ഉയർത്തി എന്നാണ് പറഞ്ഞത്. സത്യമായിട്ട് എനിക്കത് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ധ്വജം ഉയർത്തിയതിന്റെ നന്ദി സൂചകമായിട്ടാണോ എന്ന് അറിയില്ല. ഏതായാലും ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തതെന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് കലി തീരാതെ ഈ 10-70 കൊല്ലം കഴിഞ്ഞിട്ടും BJPയുടെ MP തന്നെ ഗാന്ധിജിയുടെ കോലം ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഉള്ളതാണ്. ഇനി അങ്ങനെ സ്വരാജ് ഈ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിന് കേരളത്തിന്റെ DGPക്ക് സംഘത്തിന്റെ പ്രവർത്തകർ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. നടപടി അതിനിടയില് ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആള് സാങ്കേതികത്വത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ പ്രതിയായിട്ടുള്ള ആളുടെ ഫോട്ടോ പാർലമെന്റിൽ കൊണ്ടുവച്ച് മഹാത്മാഗാന്ധിയോടുള്ള കൂറു തെളിയിച്ച ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി. എന്താണ് ഭീഷണി? ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു, ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന. അതെ, ആ വിരട്ടലിന് വേറെ ആളെ നോക്കണം. നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയ ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട്. ഇത് വേറെ പാർട്ടിയാ കേട്ടോ, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ഓർക്കുന്നു, ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു 2 വരി പോസ്റ്റ് ഇട്ടപ്പോ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു. നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി. ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നു. പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CPM-മാരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ. അങ്ങനെ തുമ്മിയാത്രയിക്കുന്ന ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത്. മഹാത്മാഗാന്ധി RS ആണെന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ധ്വജം ഉയർത്തി എന്നാണ് പറഞ്ഞത്. സത്യമായിട്ട് എനിക്കത് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ധ്വജം ഉയർത്തിയതിന്റെ നന്ദി സൂചകമായിട്ടാണോ എന്ന് അറിയില്ല. ഏതായാലും ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തതെന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് കലി തീരാതെ ഈ 10-70 കൊല്ലം കഴിഞ്ഞിട്ടും BJPയുടെ MP തന്നെ ഗാന്ധിജിയുടെ കോലം ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഉള്ളതാണ്. ഇനി അങ്ങനെ സ്വരാജ് ഈ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിന് കേരളത്തിന്റെ DGPക്ക് സംഘത്തിന്റെ പ്രവർത്തകർ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. നടപടി അതിനിടയില് ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആള് സാങ്കേതികത്വത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ പ്രതിയായിട്ടുള്ള ആളുടെ ഫോട്ടോ പാർലമെന്റിൽ കൊണ്ടുവച്ച് മഹാത്മാഗാന്ധിയോടുള്ള കൂറു തെളിയിച്ച ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി. എന്താണ് ഭീഷണി? ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു, ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന. അതെ, ആ വിരട്ടലിന് വേറെ ആളെ നോക്കണം. നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയ ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട്. ഇത് വേറെ പാർട്ടിയാ കേട്ടോ, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ഓർക്കുന്നു, ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു 2 വരി പോസ്റ്റ് ഇട്ടപ്പോ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു. നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി. ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നു. പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CPM-മാരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ. അങ്ങനെ തുമ്മിയാത്രയിക്കുന്ന ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത്. മഹാത്മാഗാന്ധി RS ആണെന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ധ്വജം ഉയർത്തി എന്നാണ് പറഞ്ഞത്. സത്യമായിട്ട് എനിക്കത് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ധ്വജം ഉയർത്തിയതിന്റെ നന്ദി സൂചകമായിട്ടാണോ എന്ന് അറിയില്ല. ഏതായാലും ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തതെന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് കലി തീരാതെ ഈ 10-70 കൊല്ലം കഴിഞ്ഞിട്ടും BJPയുടെ MP തന്നെ ഗാന്ധിജിയുടെ കോലം ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഉള്ളതാണ്. ഇനി അങ്ങനെ സ്വരാജ് ഈ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിന് കേരളത്തിന്റെ DGPക്ക് സംഘത്തിന്റെ പ്രവർത്തകർ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. നടപടി അതിനിടയില് ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആള് സാങ്കേതികത്വത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ പ്രതിയായിട്ടുള്ള ആളുടെ ഫോട്ടോ പാർലമെന്റിൽ കൊണ്ടുവച്ച് മഹാത്മാഗാന്ധിയോടുള്ള കൂറു തെളിയിച്ച ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി. എന്താണ് ഭീഷണി? ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു, ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന. അതെ, ആ വിരട്ടലിന് വേറെ ആളെ നോക്കണം. നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയ ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട്. ഇത് വേറെ പാർട്ടിയാ കേട്ടോ, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ഓർക്കുന്നു, ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു 2 വരി പോസ്റ്റ് ഇട്ടപ്പോ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു. നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി. ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നു. പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CPM-മാരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ. അങ്ങനെ തുമ്മിയാത്രയിക്കുന്ന ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത്.